നമസ്കാരം. ഇന്നൊരു സ്കിൻ ഡിസീസിനെ പറ്റി പറയാം. സോറിയാസിസ് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഇടയിൽ ഒത്തിരി പേർക്കുള്ള ഏതാണ്ട് ഒരു 2 മുതൽ 3% ആൾക്കാർക്കുള്ള ഒരു രോഗമാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. സോറിയാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒരു സ്കെയിലിങ്ങോടുകൂടി ശരീരം മൊത്തം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പിയറൻസിനെയൊക്കെ ശരിക്കും ബാധിക്കുന്ന ഒരു വിഷയമാണ് സോറിയാസിസ്. സോറിയാസിസ് പലതരം ഉണ്ട് കേട്ടോ. അത് സാധാരണഗതിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന സോറിയാസിസ് ജോഗ്രാഫിക് സോറിയാസിസ് എന്ന് പറയും. ഏതാണ്ട് ശരീരത്തിൽ മിക്കവാറും സ്ഥലങ്ങളിൽ പുറത്ത്, അതുപോലെ വയറ്റത്ത്, അതുപോലെ നമ്മുടെ എക്സ്റ്റൻസർ റീജിയൻ, അതായത് എൽബോയിൽ, നീ ജോയിൻറ്റിൽ ഒക്കെ സാധാരണ പാച്ചസ് ആയിട്ട് ഇങ്ങനെ കാണുന്ന, അതുപോലെ കാലിൻ്റെ ഈ ഭാഗത്തും ഒക്കെ ചിലപ്പം ഇത് കാണാൻ പറ്റും. സോറിയാസിന് ഒരു സ്കെയിലി സിൽവർ ഇതിലായിട്ടുള്ള ഒരു സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെതുമ്പൽ പോലെ, ചെതുമ്പൽ പോലെ ശരീരത്തിൽ നിന്ന് ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ പൊടി പോലെ പോകുന്ന തരത്തിലാണ് ഇതുണ്ടാവുക. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടുതലായിട്ട് ഇത് വ്യാപിച്ച് കാണുന്ന തരത്തിലുള്ള സോറിയാസിസാണ് ഈ ജോഗ്രാഫിക് സോറിയാസിസ്. ഇതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. വേറൊരു സോറിയാസിസ് ഉണ്ട്, ഗട്ടേ സോറിയാസിസ് എന്ന് പറയും. സാധാരണ ഒരു സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷനൊക്കെ വന്നതിന് ശേഷമാണ് പലപ്പോഴും ഇത്, അതായത് ത്രോട്ട് പെയിനൊക്കെ വന്നതിനോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനോ ഒക്കെ വന്നതിന് ശേഷം പെട്ടെന്ന് കാണപ്പെടുന്ന ഒരു സോറിയാസാണത്. ഈ ചെറിയ ചെറിയ തുള്ളികൾ പോലെ, അല്ലെങ്കിൽ മഴത്തുള്ളി പോലെ, അല്ലെങ്കിൽ അത്രയും ചെറിയ പാച്ചസ് ആയിട്ടായിരിക്കും ഇതുണ്ടാവുന്നത്. ഈ പാച്ചസിനും ഇതേ നേരത്തെ പറഞ്ഞ പോലെ സ്കെയിലിംഗ് ഉണ്ടാകാം, അതിന് ചെറിയ റെഡ്നെസ് ഉണ്ടാകാം, ഈ ചൊറിച്ചിലുണ്ടാകാം. ഇത്തരം ലക്ഷണങ്ങളൊക്കെ മറ്റ് സോറിയാസിനുള്ള പോലെ തന്നെ കാണും. പക്ഷെ പൊതുവേ ഇത് കുട്ടികളിലും അതുപോലെ അഡോളസൻ യങ് ആൾക്കാരിലുമൊക്കെ ഇത് കൂടുതലായിട്ട് കാണുന്നത്. മറ്റു സോറിയാസിസ് ഉണ്ട്, ഇൻവേഴ്സ് സോറിയാസിസ് എന്ന് പറയും. ഈ ഇൻവേഴ്സ് സോറിയാസിസ് സാധാരണഗതിയിൽ കയ്യാലുകളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുക. പിന്നൊരു സോറിയാസിസ് ഉണ്ട്, പസ്റ്റുലർ സോറിയാസിസ്. പസ്റ്റുലർ സോറിയാസിൽ നമുക്ക് ചെറിയ ചെറിയ കുരുക്കൾ, അതായത് സ്കെയിലിങ്ങിന് പകരം ചെറിയ ചെറിയ കുരുക്കളായിട്ടായിരിക്കും അത് കൂടുതലായിട്ട് കാണും. അതിനൊരു മുഖമൊക്കെ കാണും, അതിനകത്ത് കുറച്ച് പസ് കാണും, അങ്ങനെയുള്ള കുരുക്കളായിട്ട് കാണും. ഈ ഇതിനേക്കാളൊക്കെ വളരെ മോശമായിട്ടുള്ള സോറിയാസിസുകളുണ്ട്. ഒരുപക്ഷെ മരണത്തിലേക്ക് പോലും നയിച്ചേക്കാവുന്ന സോറിയാസിസ് ഉണ്ട്. എർത്രഡോഡെർമിക് സോറിയാസിസ് എന്ന് പറയും. ഈ സോറിയാസിൽ അതൊരു നല്ല ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. ആ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. സോറിയാസിസ് ഒരു ലോങ് ടൈം ഡിസീസാണ്, ഒരു ക്രോണിക് ഡിസീസായിട്ടാണ് പറയുന്നത്. അതിന് നമ്മുടെ പ്രതിരോധ ശേഷിയുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, ഒപ്പം തന്നെ അതൊരു സൈക്കോസൊമാറ്റിക് ഡിസീസാണ്. നമുക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വ്യാപിക്കുന്ന കാണാം. ഈ സോറിയാസിൽ പലപ്പോഴും ഈ സ്കിന്നിലല്ലാതെ നമ്മുടെ നെയിലിലും ഒക്കെ ഇതേപോലെ വിഷയം കാണാം. അതിനകത്ത് പിറ്റിങ് എന്ന് പറയും, അതായത് കുത്തു പോലെ നെയിലിൽ കാണാം. അതുപോലെ നഖത്തിന് അകത്തേക്ക് ഓണിക്കോനൈസിസ് എന്ന് പറയും, ഇതുപോലെ ഉള്ള വിഷയങ്ങൾ കാണാം. നഖത്തിനകത്തേക്ക് പാട പോലെ കളറൊക്കെ മാറുന്നോ, അതുപോലെ സ്കെയിലിംഗ് പോലെ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല ഡാൻഡ്രഫൊക്കെ വന്നാൽ എങ്ങനെ അതേപോലെ നഖത്തിനകത്ത് കാണാൻ പറ്റും. ഇതിനേക്കാളൊക്കെ പ്രശ്നം പലപ്പോഴും സോറിയാസിസ് ഒരു വെറുതെ സ്കിന്നിൽ മാത്രം അഫക്റ്റ് ചെയ്യുന്നൊരു രോഗമായിട്ടല്ല കാണുന്നത്. ചിലപ്പോൾ അത് നമ്മുടെ സന്ധികളെ ബാധിക്കാം. സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. സാധാരണ ഇതിൽ ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ പോലെ തന്നെ നീർക്കെട്ടായിട്ടും വേദനയായിട്ടും നടക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ടും ഒക്കെ മുട്ടിനെയും മേജർ ജോയിൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ചില ആൾക്കാരിലത് സ്മോളർ ജോയിൻസിനെ അഫക്റ്റ് ചെയ്ത് ഒരു വാതരക്തം സ്റ്റൈലിൽ, ഒരു രക്തവാതം സ്റ്റൈലിലുള്ള രോഗമായി മാറാറുണ്ട്. എന്തായാലും ആയുർവേദത്തിൽ ഒത്തിരി സ്കിൻ ഡിസീസുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ സ്കിൻ ഡിസീസുകളെ ആയുർവേദത്തിൽ പറയുന്നത് കുഷ്ഠരോഗങ്ങൾ എന്നാണ്. കുഷ്ഠം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ ലെപ്രസി അല്ല, സ്കിൻ ഡിസീസുകളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് കുഷ്ഠരോഗം. ഈ കുഷ്ഠരോഗങ്ങളിൽ ചില കുഷ്ഠരോഗങ്ങൾ, കിടിഭം, അതുപോലെ ദദ്രു, കപാലകുഷ്ഠം, ഏകകുഷ്ഠം തുടങ്ങിയുള്ള കുഷ്ഠങ്ങളിലെല്ലാം വിവിധ തരം സോറിയാസിസുകളുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് സോറിയാസിൻ്റെ ചികിത്സയെ നിശ്ചയിക്കുന്നത്. പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞു, രക്തവാതം പോലെയുള്ള രോഗങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ളതാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ഇതിന് വളരെ പ്രധാനപ്പെട്ട ചികിത്സയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പഞ്ചകർമ്മം തന്നെയാണ്. പഞ്ചകർമ്മത്തിലെ വിരേചനം, വമനം,
വസ്തി എന്നീ 3 പഞ്ചകർമ്മങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഇതിനകത്ത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഒത്തിരി ധാരകൾ, അതായത് തക്രധാര, കഷായധാര, തൈലധാര പോലെയുള്ള ധാരകളുടെ പ്രയോഗം, സ്നേഹപാനം പോലെ നെയ്യകത്തേക്ക് കഴിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് സ്നേഹപാനം എന്ന് പറയുന്നത്. അത് സാധാരണ പൂർവ്വകർമ്മമായിട്ട്, വമനത്തിനൊക്കെ പൂർവ്വകർമ്മമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ചികിത്സയാണ്. ഈ ചികിത്സകളെല്ലാം കൃത്യമായി ചെയ്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് സോറിയാസിനെ ഒഴിവാക്കാൻ കഴിയും. സോറിയാസിനെ സംബന്ധിച്ച് മാറാത്തൊരു രോഗമാണ് എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. പക്ഷെ നമുക്ക് സാധാരണ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, ഇതിനെ പൂർണ്ണമായി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ പഥ്യം ഏതാണ്ട് ജീവിതകാലം മുഴുവൻ തുടരണം. കാര്യം ഇതൊരു ഓട്ടോഇമ്മ്യൂൺ രോഗമായതുകൊണ്ടും അതുപോലെ ഇതിനൊരു ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ, അതല്ലെങ്കിൽ പാരമ്പര്യമായി ഇതിൻ്റെ സ്വഭാവം ഉള്ളതുകൊണ്ടുമൊക്കെ അത് പിന്നെയും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പഥ്യാചരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ കാക്കേണ്ടത് അത്യാവശ്യവുമുണ്ട്. എന്തായാലും സോറിയാസിസ് വന്നതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ശ്രീരുദ്രയിലേക്ക് വരാം. ഇവിടെ ആയുർവേദത്തിലുള്ള കൃത്യമായ പഞ്ചകർമ്മ ചികിത്സ ഇതിന് ലഭ്യമാണ്.